399 ആണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. വീട്ടുകാരായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഈ 399 കൊടുത്തു വേണം സബ്സ്ക്രിപ്ഷൻ പ്ലാനുള്ള സാധനം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ചുമ്മാ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ഫ്രീ ആയിട്ട് കാണിച്ചു തരുമോ, ഒരെണ്ണം അയച്ചു തരുമോ, അങ്ങനെയൊക്കെ അയച്ചു തരാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ തുടങ്ങിയിരിക്കുന്നത്? ഇനിയിപ്പോൾ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും നീ പൈസ കൊടുത്ത് കണ്ടാൽ മതി. എനിക്കതിൽ മെച്ചമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയത്. അല്ലാതെ ഫ്രീ ആയിട്ട് എനിക്ക് എല്ലാവരെയും കാണിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചുമ്മാ മുന്നേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇപ്പം നമ്മുടെ ഷൂട്ട്സും കാര്യങ്ങളും ഇടുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്നൊരു പ്ലാറ്റ്ഫോം കൂടി ഇങ്ങനെ ഒരു ഐഡിയയും കൂടി വന്നത് കൊണ്ടിട്ട് അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് അതിലേക്ക് ഇടുന്നു. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടിട്ടാണല്ലോ ഇടുന്നത്. നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പോലെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് പൈസ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി മേലിൽ എനിക്ക് ഇൻബോക്സിൽ വന്നിട്ട് കാണിച്ചു തരുമോ, പേഴ്സണലി മെസ്സേജ് തരുമോ, നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീ കാണണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ ഹൻസയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ജാനകി സുധീറും തുടങ്ങിയിരിക്കുകയാണ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. പൈസയുള്ളവർ കണ്ടാൽ മതിയെന്ന് താരം തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. അധ്വാനിച്ച് പണം സമ്പാദിക്കുന്ന സ്ത്രീകൾക്കൊന്നും നാട്ടിൽ ഒരു വിലയില്ലേ? ഇത് അവർക്കുള്ള ഒരു ഉപദേശമാണോ? കൈനനയാതെ മീൻ പിടിക്കാം, എല്ലാവരും സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങി വെച്ചിരുന്നോളൂ എന്നുള്ളത്. എന്താണെങ്കിലും ഫുൾ വീഡിയോ ചാനലിട്ടുണ്ട്, താഴെ ലിങ്ക് കൊടുക്കാം, കയറി കാണാൻ, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം.